ഹലോ എവരി വൺ. സർ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ MTSC 2024 എക്സാമിന് വേണ്ടി എക്സാം വൈ ലേണിങ്ങിൻ്റെ ഈ ഒരു ചാനലിലൂടെ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ഈ ഒരു വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എന്താണ് MTSC എക്സാം എന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. നിങ്ങൾ മാത്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണോ, നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. ഗണിതശാസ്ത്ര പരിഷത്ത് നമ്മൾ മാത്സിലെ ടാലൻ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് അതിൻ്റെ അവാർഡും പ്രൈസസൊക്കെ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ്. ഇനി മാത്സ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മാത്സിൽ നമ്മൾ ഡെവലപ്പ് ആവില്ല. നമ്മൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതുപോലെ നമ്മൾ റീസണിങ് ഒക്കെ ഡെവലപ്പ് ആവും. സോ നമുക്ക് മാത്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ല തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ കൂടുതൽ അതിൻ്റെ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമ്മൾ വർക്ക് ചെയ്യൽ എപ്പോഴാണ്, നമ്മൾ ഇങ്ങനത്തെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും അല്ലേ. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മളിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് നമ്മളെന്താവും, നമ്മൾ ആ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആവും. ക്ലിയർ അല്ലേ? സോ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഈ ഒരു വീക്ക് മുതൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. സോ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സർ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ഈ MTSൻ്റെ കുറച്ച് കീ പോയിന്റ്സ് സർ പറയാം. അതായത് LKG മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ MTSCയുടെ എക്സാം നടക്കും. സോ നമ്മളെ 6th സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം ഉണ്ടാവും. 6th കുട്ടികൾ മാത്രമായിരിക്കും ആ 6th എക്സാം ഉണ്ടാവുക. ആൻഡ് ഈ 6th തന്നെ CBSEക്കും സ്റ്റേറ്റിനും ICSEക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം ഉള്ളത്. നമ്മളെ സ്റ്റേറ്റിന് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ എക്സാമും മലയാളം മീഡിയം കുട്ടികൾക്ക് വേറെ എക്സാമും ആയിട്ടാണ് നടക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞല്ലോ, ഈ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നതിൽ ഓരോരോ ക്ലാസ്സിന് ഇപ്പോൾ CBSEക്ക് വേണ്ടി ഒരു റാങ്ക് ലിസ്റ്റ് ഇടും, അതുപോലെ സ്റ്റേറ്റിലെ ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഒരു റാങ്ക് ലിസ്റ്റ് ഇടും, സ്റ്റേറ്റിൻ്റെ മലയാളം മീഡിയത്തിന് വേണ്ടി വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇടും. എന്നിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ഫസ്റ്റ് 10 റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡും അതുപോലെ സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എത്രയാണ് ക്യാഷ് അവാർഡ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, MTSൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിന് വേണ്ടി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എക്സാമിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സർ കുറച്ച് കീ പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റ്സും ഉണ്ടെന്ന് അല്ലേ. ആൻഡ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഗോൾഡ് മെഡലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയത്തിലുള്ള കുട്ടിക്ക്, ഇംഗ്ലീഷ് മീഡിയമുള്ള അതിൽ വേറെ കുട്ടിക്ക് അതിലും വേറെ ഗോൾഡ് മെഡൽ, പിന്നെ CBSEക്ക് ഇതുപോലെ ഓരോരോ ഏതൊക്കെ എക്സാംസ് ആണോ നടത്തുന്നത് അതിലൊക്കെ ഓരോരോ ഗോൾഡ് മെഡൽ വെച്ച് നൽകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എക്സാമിൽ നമുക്ക് ഈ ഒരു പ്രൈസസും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. സോ എല്ലാവരും എന്ത് ചെയ്യരുത്, ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് സിലബസ് ആണോ സ്കൂൾസിൽ നിന്ന് പഠിക്കുന്നത് ആ ഒരു സിലബസ് തന്നെയാണ് എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ എക്സാംസിൻ്റെ നമ്മളെ ചാപ്റ്റേഴ്സ്, നമ്മുടെ മാത്സിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആംഗിൾസും ആവറേജ് ഫ്രാക്ഷൻസും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഓണം എക്സാമിന് വേണ്ടി നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ് അല്ലേ. സോ ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ എക്സാംസ് വരിക. ഇതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ബോദർ ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 month ടൈം ഉണ്ട്. December 8 എക്സാം വരുന്നത്. സോ CBSEക്ക് ആണെങ്കിലും സ്റ്റേറ്റിനാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോൾ തന്നെ നമ്മൾ കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടൈം ഉണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ സ്റ്റേറ്റിൻ്റെ സിലബസ് വരുന്നത്. ആൻഡ് അതുപോലെ CBSEൻ്റെ സിലബസ് എന്തായിരിക്കും, നമ്മൾ പഠിക്കുന്ന സിലബസ് നമ്മൾ NCERT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ നോയിങ് ഓർ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, പ്ലേയിങ് നമ്പേഴ്സ്, ജോമെട്രി ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ ഓരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഈ ഒരു ഓരോരോ ടോപ്പിക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട്, വലിയ ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും അല്ല ഉണ്ടാവുക, വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. സ്റ്റേറ്റ്സിനാണെങ്കിൽ CBSEക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ നമ്മൾ ഇങ്ങനെ കുറച്ച് നമ്മൾ ഓരോരോ വീക്കിലി കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പോയാൽ നമുക്ക് 2 month നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വീഡിയോസിൻ്റെ കൂടെ തന്നെ നമുക്ക് മാത്സ് ട്രിക്കുമായിട്ട് ഷോർട്സും ആൻഡ് നമുക്ക് ലൈവ് മെൻറ്റി ക്വിസസും ഒക്കെ നമ്മൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഇപ്പോൾ നമുക്ക് നടക്കുന്ന ഈ ഒരു വീഡിയോസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് തരുമല്ലോ, അതിന് ഉള്ള നോട്ട്സും അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെയാണ്. സോ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.